ഹായ് എവ്രിവൺ, ഇന്നത്തെ വീഡിയോയിൽ സ്വയം തൊഴിൽ പദ്ധതിയുടെ ഭാഗമായിട്ട് ഫിഷറീസ് വകുപ്പും മത്സ്യഫെഡും ക്ഷീരവികസന വകുപ്പും നടപ്പിലാക്കുന്ന കുറച്ച് സ്കീംസാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഫിഷറീസ് വകുപ്പിൻ്റെ താഴെ നമുക്ക് സ്വയം തൊഴിൽ വായ്പ ലഭിക്കുന്നതാണ്. 2 മുതൽ 4 വരെയുള്ള വനിതകളുടെ ഗ്രൂപ്പുകൾക്കാണ് ഇത് ലഭിക്കുന്നത്. 2 ലക്ഷം രൂപ മുതൽ 4 ലക്ഷം രൂപ വരെയാണ് നമുക്ക് ലഭിക്കുക. സബ്സിഡി എന്ന് പറയുന്നത് 80%. 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ളവർക്ക് ഇതിനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. BPL-കാർക്കാണ് ഇതിനായിട്ട് മുൻഗണന കൊടുക്കുന്നത്. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗത്വമുള്ള വനിതകൾക്കാണ് ഇത് ലഭിക്കുന്നത്. ഏത് തരം സംരംഭങ്ങൾക്കും ഇത് ലഭിക്കും. അസിസ്റ്റന്റ് ഡയറക്ടർ ഫിഷറീസിനാണ് നമ്മൾ ഈ ഒരു സ്കീം ലഭിക്കാനായിട്ട് ബന്ധപ്പെടേണ്ട ഉദ്യോഗസ്ഥന്റെ തസ്തിക. വകുപ്പിന്റെ സ്വന്തം ഫണ്ടാണ് നിങ്ങൾക്കായിട്ട് ലഭിക്കുന്നത്. ഇനി മത്സ്യഫെഡിന്റെ താഴെ സ്വയം തൊഴിൽ വായ്പയുണ്ട്. 10 മുതൽ 20 പേര് അടങ്ങുന്ന ഗ്രൂപ്പുകൾക്കാണ് ഇത് ലഭിക്കുന്നത്. 10,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് ഗ്രൂപ്പിലെ ഓരോ അംഗങ്ങൾക്കും ലഭിക്കുന്നത്. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇതിനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. വരുമാന പരിധി എന്ന് പറയുന്നത് 40,000-ന് താഴെ ഗ്രാമപ്രദേശത്തും 55,000-ന് താഴെ നഗരപ്രദേശത്തുമാണ്. വേറെ യോഗ്യതകളൊന്നും ബാധകമല്ല. ഏത് തരം സംരംഭങ്ങൾക്കും പ്രാഥമിക മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങൾ വഴിയാണ് ഗ്രൂപ്പുകൾക്ക് വായ്പ നൽകുന്നത്. ജില്ലാ മാനേജർമാരെയാണ് ഇതിനായിട്ട് നിങ്ങൾ സമീപിക്കേണ്ടത്. ദേശീയ പിന്നോക്ക വിഭാഗ ധനകാര്യ വികസന കോർപ്പറേഷന്, ദേശീയ ന്യൂനപക്ഷ വിഭാഗ വികസന ധനകാര്യ കോർപ്പറേഷന് എന്നിവ വഴിയാണ് ഫണ്ട് അനുവദിക്കുന്നത്. അടുത്തതായിട്ട് ക്ഷീരവികസന വകുപ്പിന്റെ മിൽക്ക് ഷെഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ഉണ്ട്. ഒരു പശു മുതൽ 10 പശു വരെ വാങ്ങി വളർത്തുന്നതിന് പരമാവധി ഒരു പശുവിന് 37,500 രൂപ മുതൽ 10 പശുവിന് 3,50,000 രൂപ വരെയാണ് സബ്സിഡി നൽകുന്നത്. 60 വയസ്സ് വരെയുള്ളവർക്ക് ഇതിനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. BPL വിഭാഗക്കാർക്കാണ് ഇതിനായിട്ട് മുൻഗണന കൊടുത്തിരിക്കുന്നത്. മറ്റ് യോഗ്യതകളൊന്നും ബാധകമല്ല. പശു വളർത്തൽ സംരംഭങ്ങൾക്കാണ് ഇത് ലഭിക്കുന്നത്. ബ്ലോക്ക് ഡയറി എക്സ്റ്റൻഷൻ ഓഫീസറെയാണ് നിങ്ങൾ ബന്ധപ്പെടേണ്ടത് ഈ ഒരു സ്കീം ലഭിക്കാനായിട്ട്. അപ്പോൾ ഇത്രയുമാണ് ഫിഷറീസ്, മത്സ്യഫെഡ്, ക്ഷീരവികസന വകുപ്പ് വഴിയൊക്കെ നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതികൾ.